റോയ്ച്ചായ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിനെതിരെ കണ്ണൂരിൽ നടന്ന പ്രതിഷേധവും അതിനുശേഷം നടന്ന സംഭവങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. പക്ഷെ അതിലിപ്പോൾ ഒരു ഗൗരവകരമായ ഒരു വെളിപ്പെടുത്തൽ വരുന്നത് അന്നത്തെ മന്ത്രിയെ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന മൊഴി തിരുത്തി ഉണ്ടാക്കിയതാണെന്നാണ്. അതിന് പിന്നിൽ പി ശശി എന്ന് പറയുന്ന പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്നുമാണ്. അത് ഒരു ബന്ധു പറയുന്ന രീതിയിലാണ് പത്രം റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ക്രൈം അല്ലേ അത് നടന്നിരിക്കുന്നത്? ക്രൈം മാത്രമല്ലല്ലോ, കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ സംഭവം നമ്മൾ കേട്ടതാണ്. ആരോഗ്യമന്ത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 5-6 കോൺഗ്രസ് KSU പ്രവർത്തകർ മന്ത്രിയെ തടഞ്ഞ് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്ന സംഭവം ഉണ്ടായി. ആ കുട്ടികളെ അന്നേരം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്ത ശേഷം ആണ് ഈ സംഭവങ്ങളുടെ എല്ലാം വഴിത്തിരിവുണ്ടാകുന്നത്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയ സമയത്താണ് മന്ത്രിക്കെതിരെ ഈ KSU വിദ്യാർത്ഥികൾ പ്രകടനം നടത്തി പ്രതിഷേധം കരിങ്കൊടി കാണിക്കുകയൊക്കെ ചെയ്ത്. അതിനുശേഷം മന്ത്രി തനിക്ക് യാത്ര ചെയ്യാനുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിലേക്ക് കയറാൻ വേണ്ടി 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു. അവിടെ വെച്ച് സ്പീക്കർ AM ഷംസീർ വരുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. ഉടൻ തന്നെ മന്ത്രിക്ക് കഴുത്തിന് വേദനയാണ്, പരിക്ക് പറ്റി എന്നുള്ള കഥകൾ ഉണ്ടാകുന്നു. പിന്നെ മന്ത്രിയെ ആശുപത്രിയിലേക്ക് ആക്കുന്നു. ആശുപത്രിയിലേക്ക് ആക്കിയതിന് ശേഷമാണ് നേരെ കൊണ്ട് ICUവിലേക്കാണ് മാറ്റുന്നത്. മന്ത്രിയുടെ കഴുത്തിന് ഗുരുതരമായ പരിക്ക് പറ്റി എന്നൊക്കെ പറയുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിൽ ആണ് ഇതെല്ലാം നടന്നത്. പക്ഷേ ആ സമയത്ത് മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന ഗൺമാൻ പറയുന്നു ഇത് മന്ത്രി കേസെടുക്കണ്ടെന്നാണ് ഇപ്പം ബന്ധുവിനെ ഉദ്ധരിച്ചുകൊണ്ട് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുക. കേസൊന്നും വേണ്ട എന്ന മന്ത്രി എന്ന് പറഞ്ഞെങ്കിലും പക്ഷെ ഗൺമാൻ നിർബന്ധം പിടിച്ചു. അത് കേസെടുക്കേണ്ട കാര്യമാണ്, കേസെടുത്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ തനിക്കെതിരെ ഡിപ്പാർട്ട്മെന്റിൽ നടപടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് എടുക്കുന്നു. അയാൾ പറയുന്നത്, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ചാടി വീണ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന ആരോപണമാണ് അയാൾ അന്ന് പറഞ്ഞത്. ഗൺമാൻ പോലീസിന് കൊടുത്ത മൊഴിയിലും അതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ട ആ മൊഴി തിരുത്തി എന്നാണ് ഇപ്പോൾ വീണ ജോർജിന്റെ ബന്ധുവിനെ ഉദ്ധരിച്ചുകൊണ്ട് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത ബന്ധു എന്നാണ് പറയുന്നത്, ആരാണെന്ന് പറയുന്നില്ല, അടുത്ത ബന്ധു എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ അടുത്ത ബന്ധു എന്ന് പറയുന്നത് വിവരങ്ങളെല്ലാം അറിയാവുന്ന ഒരാളാണ്. കാരണം ആ വാർത്തയുടെ സ്വഭാവം കാണുമ്പോഴേ അറിയാം അടുത്ത ബന്ധു ആരാണെന്നുള്ളത് വളരെ വ്യക്തമാകുന്ന തരത്തിലാണ് ആ വാർത്തയ്ക്കകത്ത് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാക്കണമെന്ന് പോലീസിന്റെ മേൽ ശശി സമ്മർദ്ദം ചെലുത്തി എന്നാണ് ഈ അടുത്ത ബന്ധു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തോ മാരകായുധം ഉപയോഗിച്ച് പിന്നെ മന്ത്രിയെ ആക്രമിക്കുകയും അതിന്റെ ഫലമായിട്ടാണ് ICUവിൽ കിടക്കേണ്ടി വന്നത്. ICUവിൽ കിടന്ന് പിന്നെ മന്ത്രിക്ക് ഗുരുതരമായ അസുഖമാണെന്ന് മെഡിക്കൽ ബോർഡ് ബുള്ളറ്റിൻ ഇറക്കുന്നു. ഇതാകെ കേരളമാകെ കത്തിപ്പടർന്ന ഒരു സംഭവമാണ്. അന്ന് അതിന്റെ ഭാഗമായിട്ട് കണ്ണൂരിലും സംസ്ഥാനത്തെ മറ്റിടങ്ങളിലുള്ള കോൺഗ്രസ് ഓഫീസുകൾ നശിപ്പിക്കപ്പെടുന്നു. ഇതിൽ പ്രതിയായി പിടിച്ചുകൊണ്ടുപോയ ഒരു KSU വിദ്യാർത്ഥിയുടെ വീട്ടിൽ ബോംബ് എറിയുന്നു. ഭാഗ്യത്തിന് അവന്റെ അമ്മ അന്ന് ആ ബോംബ് വീണ മുറിയിൽ ഇല്ലായിരുന്നു. അവർ സാധാരണ കിടന്നുറങ്ങുന്ന മുറിയായിരുന്നു. അവർ മറ്റൊരു മുറിയിലേക്ക് മാറിക്കിടന്നതുകൊണ്ട് അന്ന് അല്ലെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നു. ഈ ചെറുപ്പക്കാരായ ഈ വിദ്യാർത്ഥി നേതാക്കളെ 14 ദിവസമാണ് ജയിലിലിട്ടത്. അങ്ങനെ ഈ ആസൂത്രിത ഇതിപ്പോ ഈ വിവരം പുറത്തു വന്നതോടുകൂടി 1-2 കാര്യങ്ങൾ വ്യക്തമായി. CPM പോലീസിനെ ഉപയോഗിച്ച് നടന്ന ആസൂത്രിതമായ ഒരു നാടകമായിരുന്നു ഇത്. തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ച് പരമാവധി സിമ്പതി ഉണ്ടാക്കി സീറ്റ് പിടിക്കുക, വോട്ട് പിടിക്കുക എന്നുള്ളതായിരുന്നു തന്ത്രം. അത് കാരണം അന്ന് ഈ കുട്ടികളുടെ ജാമ്യാപേക്ഷ വന്ന സമയത്ത് കോടതി പറയുന്നുണ്ട് ഇത്ര വലിയ ഗുരുതരമായ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന മന്ത്രിയുടെ മൊഴി എടുത്തിട്ടില്ല, ആയുധം കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഇത്രയും ക്യാമറകളുടെ മുമ്പിലൊക്കെ വെച്ചാണ് ഈ സംഭവം നടന്ന് കാര്യമായ ഒരു തെളിവും ശേഖരിക്കാനും പറ്റിയിട്ടില്ല എന്നൊക്കെയുള്ള ഗുരുതരമായ പരാമർശങ്ങളായിരുന്നു അന്ന് കോടതി ജാമ്യവിധിയിൽ പറഞ്ഞിരുന്നത്. അപ്പം ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മന്ത്രിയുടെ മൊഴി വന്ന് കണ്ണൂർ പോലീസ് വന്നെടുത്തത്. അവിടെ മന്ത്രി ആയുധം കൊണ്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് ഈ ബന്ധു ഉദ്ധരിച്ചുകൊണ്ട് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, ബന്ധു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് ഗുണം ഉണ്ടാകും എന്ന് കരുതി ആസൂത്രണം ചെയ്ത നാടകം പരാജയത്തിന് കാരണമായി സ്ത്രീകൾ തന്നെ വീണ ജോർജിനെ വെറുക്കുന്ന അവർക്കെതിരെ കോൺഗ്രസ് വ്യാപകമായ രീതിയിലാണ് പരാതി സംസ്ഥാനം ഒട്ടാകെ
ഇത് പ്രതിഷേധം നടത്തിയത്. കാരണം കള്ളത്തരമാണ് കാണിച്ചെന്നും മന്ത്രിയെ കളിയാക്കുന്ന ധാരാളം ട്രോളുകൾ വന്നു. അതൊക്കെ തന്നെ ആൾക്കാരുടെ ഇടയിൽ ഒരു സിമ്പതി ഉണ്ടായി. കാരണം ഇവർക്ക് ആ കുട്ടികൾക്ക് വലിയ തോതിൽ സിമ്പതി കിട്ടി. വെറും കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ 4 ചെറുപ്പക്കാരെ വധശ്രമത്തിന് കേസെടുത്ത് ജയിലിലിട്ട ഒരു സംഭവം. അപ്പം ഈ സ്ത്രീ ഇത്തരത്തിൽ പെരുമാറി എന്നുള്ള തരത്തിലാണ് കോൺഗ്രസ്സുകാർ വലിയ തോതിൽ പ്രചരണം നടത്തുകയും മന്ത്രിക്ക് അത് വലിയ ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്തു. ആ ചെറുപ്പക്കാർ വന്ന് അവിടെ പ്രചരണം നടത്തി. ഒരുപാട് സ്ത്രീകൾ പിന്നെ വീണയ്ക്കെതിരായിട്ട് പൊതുരംഗത്ത് വന്ന് കള്ളം പറയുന്ന ഒരാളാണെന്നും മക്കളുടെ പ്രായമുള്ളവരോട് കരുണ കാണിച്ചില്ലെന്നും കള്ളത്തരമാണ് പറയുന്നതെന്നും ഇല്ലാത്ത പെടലിക്ക് ഉളുക്കുവെന്നും ഒക്കെയുള്ള വലിയ വലിയ തോതിലുള്ള പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വീണയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നേരിടേണ്ടി വന്നു. അപ്പൊ അവർക്ക് വലിയ തോതിലുള്ള പരാജയം, 19,000-ൽ പരം വോട്ടിന്റെ പരാജയമാണ് വീണയ്ക്ക് ഉണ്ടായത്. അപ്പോൾ അതിനെല്ലാം കാരണം ഈ കള്ളം പറഞ്ഞു എന്നുള്ളത്. അതുകൊണ്ടാണ് അത്തരത്തിൽ വീണ കള്ളം പറയുന്ന ഒരാളാണെന്നുള്ള പ്രചരണം അത് പൊതുസമൂഹത്തിൽ വലിയ തോതിൽ സ്വീകരിക്കപ്പെടുകയും പിന്നെ തന്നെയല്ല ഈ ജാമ്യം കൊടുത്തുകൊണ്ടുള്ള കോടതി വിധിയാണ് വീണയുടെ രാഷ്ട്രീയ ഭാവി ഒരു പക്ഷെങ്കിൽ ഇല്ലാതാക്കി കളഞ്ഞ ഒരു സംഭവം. എന്ന് വെച്ചാൽ ഈ മന്ത്രിക്ക് മൊഴി കൊടുത്തിട്ടില്ല എന്നും ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നുള്ള മന്ത്രിയുടെ മൊഴിയില്ല എന്നും ആയുധം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും പിള്ളേരെ 2 ദിവസം കസ്റ്റഡിയിൽ പോലീസിന് വിട്ടുകൊടുത്തിട്ട് പോലും ആയുധം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള അതുപോലെ തന്നെ ഒരു മാരകായുധം ഉപയോഗിച്ചുള്ള പരിക്കാണെന്ന് വൂണ്ട് റിപ്പോർട്ട് ഇല്ല എന്നുള്ളതും ഇങ്ങനെ നിരവധി സംഭവങ്ങൾ വീണയുടെ ഈ നാടകത്തിനെതിരായി വന്നു ഭവിച്ചു. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഭർത്താവ് പാർട്ടിക്ക് എഴുതി കൊടുത്തത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നുള്ളതും പിന്നെ പാർട്ടി നിർബന്ധിച്ചാണ് മത്സരിച്ചെന്നൊക്കെയുള്ള പത്രവാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ബന്ധു എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. വീണയെ പിന്തുണച്ചിരുന്ന സ്ത്രീകൾ വലിയ തോതിൽ എതിരായി. അക്രമം ഉണ്ടായപ്പോൾ ICUവിൽ പ്രവേശിപ്പിക്കേണ്ട സ്ഥിതി ഇല്ലായിരുന്നു. പക്ഷേ എല്ലാം മറ്റു ചിലർ ആസൂത്രണം ചെയ്ത മാതിരി പോകുന്നത് കണ്ടപ്പോൾ ഭർത്താവ് ഇടപെട്ടാണ് പുലർച്ചെ 4-ന് ഡിസ്ചാർജ് വാങ്ങി സ്ഥലം വിട്ടത്. ഏതാണ് യാത്ര ചെയ്യാൻ പാടില്ല എന്നും ICUവിലാണ് എന്നൊക്കെ പറഞ്ഞ് കിടന്ന ഒരാളിനെ പിറ്റേ ദിവസം രാവിലെ ആരും അറിയാതെ ഡിസ്ചാർജ് ചെയ്തു അവിടുന്ന് കാറിൽ സഞ്ചരിച്ച് പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് പോയി എന്നുള്ളത് ഈ രോഗിയായ വീണയ്ക്കും ഒരുപാട് നാണക്കേടുണ്ടാക്കി, സർക്കാരിന് നാണക്കേടുണ്ടാക്കി, പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കി. അപ്പൊ ശശി ആസൂത്രണം ചെയ്തൊരു നാടകമായിരുന്നു എന്ന് പറയാതെ പറയുകയാണ്. ശശി അത് ഈ വാർത്ത നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അനുഭവസ്ഥരായ വ്യക്തികളാണ് പറയുന്നത് ശശിയാണ് ഇതിന്റെ പിന്നിൽ കളിച്ചു എന്നുള്ളത്. ശശിയെക്കുറിച്ച് ഇതിനു മുമ്പും പല ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് പാർട്ടി മന്ത്രിസഭയിലെ അംഗമായിരുന്ന വ്യക്തിയെ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയുന്ന ആളാണ് ഇത് പറയുന്നത്. CPM ഇതിനെക്കുറിച്ച് ഇത് ഈ നേരമായിട്ട് മിണ്ടിയിട്ടില്ല. കോൺഗ്രസ്സുകാരുടെ അടി നടക്കുന്നുണ്ടായിരിക്കാം ഇത് വലിയ തോതിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയിരിക്കുന്നത്. പക്ഷെ എന്തായാലും ഈ യാഥാർത്ഥ്യം നിൽക്കുകയാണ്. ഇതിനകത്ത് എന്തൊക്കെയോ കള്ളക്കളികൾ നടത്തിയതുകൊണ്ടാണ് ഇത് ഈ തരത്തിൽ വീണയ്ക്കും പറയേണ്ടി വന്നത്. കാരണം ഈ കേസ് അവസാനിച്ചിട്ടില്ല. നാളെ ഇത് കോടതി വിചാരണ വേളയിൽ വീണയ്ക്കെതിരായിട്ട് ഇത് വലിയ തോതിലുള്ള പരാമർശങ്ങളും വലിയ തോതിലുള്ള വാഗ്വാദങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം മന്ത്രിയായിട്ട് ഇരുന്നുകൊണ്ട് കള്ളം പറഞ്ഞു എന്നുള്ള അവസ്ഥ വരുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ജനങ്ങളിൽ നിന്ന് അകറ്റിയത് P ശശിയുടെ വരവാടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ മന്ത്രി വീണയെയും ഒരു പരിധിവരെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന പരിപാടിയായി പോയി കാണിച്ചത്. അത് തന്നെ ഒന്ന് അവർക്ക് മന്ത്രി എന്നുള്ള നിലയിൽ ഈ ഇത്ര വലിയ സങ്കീർണമായ ഒരു വകുപ്പാണ്. കാരണം ജനങ്ങളുടെ നിത്യജീവിതവുമായി ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവിടെ വേണ്ടത്ര ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഫാക്റ്റാണ്. പിന്നെ ഈ ഗുരുതരമായ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് നടപടിയെടുക്കാനോ അതിന് പരിഹാരം കണ്ടെത്താനോ കഴിയാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അവർക്കൊരു പക്വതയില്ലായ്മ പലയിടത്തും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രായോഗിക ബുദ്ധിയില്ലായ്മ കാണിച്ചിട്ടുണ്ട്. പ്രായോഗിക തലത്തിൽ ഇതൊന്ന് പരിഹരിക്കാൻ ഒരു രാഷ്ട്രീയക്കാരിക്ക് വേണ്ട പക്വത പലപ്പോഴും പ്രകടിപ്പിക്കാതെ പോവുകയും അതൊക്കെ തന്നെ പരിഹാസ്യമായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ക്ലാസിക് എക്സാമ്പിളാണ് ഈ കേസും വഴക്കും ബഹളവും ഇല്ലാത്ത. കാരണം അതുവരെ വളരെ കൂളായി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വളരെ കൂളായിട്ട് സന്തോഷവതിയായി ചിരിച്ചുകൊണ്ടുപോയ ഒരു വ്യക്തി അവിടെ ചെന്നിട്ട് എനിക്ക് പെടലിക്ക് വേദന എന്നുള്ള മട്ടിൽ ഉള്ള നാടകങ്ങൾ കളിച്ചതാണ് അവർക്ക് തന്നെ വിനയായിപ്പോയത്. അപ്പൊ ഈ മാതൃഭൂമിയുടെ വാർത്ത ഒരു പക്ഷങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ വിവാദമായി മാറാനിടയുണ്ട്. കാരണം ശശി ഇടപെട്ട് ഒരു മന്ത്രിയെ കൊണ്ട് കള്ളം പറയിപ്പിക്കുകയും കള്ളത്തരത്തിൽ കള്ളത്തരം ഉണ്ടാക്കി 4 ചെറുപ്പക്കാരെ അനാവശ്യമായി കോടതി ജയിലിലിടുകയും ചെയ്തു എന്ന് പറയുന്നത് CPMന്റെ പോലീസിനെ എങ്ങനെ ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ്. കാരണം ഇത് മന്ത്രിയുടെ ബന്ധു, അടുത്ത ബന്ധു, ഒരുപക്ഷെ ഭർത്താവാവാം, അച്ഛനാവാം, അമ്മയാവാം, മകനോ മകളോ ഒക്കെ ആവാം. അപ്പൊ ഏറ്റവും അടുത്ത ബന്ധു നമ്മൾ സാധാരണഗതിയിൽ നിർവചിക്കുന്ന ഇവരെയൊക്കെ തന്നെയാണ്.
അപ്പൊ അവരിൽ ആരുമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിപ്പം ഇന്നത്തെ പത്രത്തിൽ വന്നു, വീണയുടെ ഒരു നിഷേധക്കുറിപ്പോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല, അല്ലെങ്കിൽ ബന്ധു അങ്ങനെ ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് വന്നിട്ടില്ല. കാരണം ആ ലേഖൻ പേര് വെച്ചാണ് ഈ വാർത്ത എഴുതിയിരിക്കുന്നത്, ഉത്തമ വിശ്വാസത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വീണയ്ക്ക് ഈ സംഭവങ്ങൾ ഉണ്ടായത്, ഈ പെടലി വിവാദം എന്ന് പറയുന്നത് ശശി ക്രിയേറ്റ് ചെയ്ത ഒരു കള്ളക്കളിയായിരുന്നു എന്നാണ് ഇപ്പൊ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തെളിഞ്ഞിരിക്കുന്നത്. കാരണം ആ കുട്ടികൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് തന്നെ ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ജാമ്യത്തിൽ വിട്ടത്. ഇപ്പോ വസ്തുതകൾ, സത്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്.